കോൺഗ്രസ് നേതാക്കളുടെ കടുത്ത എതിർപ്പിനിടെ ഇന്ത്യയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം സ്വീകരിക്കാൻ ശശി തരൂർ MP പുരസ്കാരം ഇന്ന് ഏറ്റുവാങ്ങുമെന്നറിയുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അവാർഡ് ദാനം നിർവഹിക്കുന്നത്. പുരസ്കാരം ഏറ്റുവാങ്ങാൻ തരൂർ സന്നദ്ധത അറിയിച്ചതായി സംഘാടകരായ HRDS അറിയിച്ചിരിക്കുന്നുവെന്ന വാർത്ത. സവർക്കർ പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങില്ലെന്നാണ് കരുതുന്നതെന്ന് K മുരളീധരൻ പറഞ്ഞിരുന്നു. കേൾക്കാം. വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല. കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല. അത് പാർട്ടിക്ക് ഒരു അവമാനം ഉണ്ടാക്കും. ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസ്സുകാരനും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വലിയ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്, രാഷ്ട്രീയമാണ്. സവർക്കറെ അടിമുടി എതിർക്കുന്ന കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ സവർക്കർ പുരസ്കാരം വാങ്ങിയാൽ അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറും. ഇപ്പോൾ പി ആർ സുനിൽ ചേരുന്നുണ്ട്. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. പി ആർ സുനിൽ, ഈ സവർക്കർ പുരസ്കാരം ശശി തരൂർ വാങ്ങുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്? ശശി തരൂർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ചുവെന്നറിയുന്നു. അരുൺ, വൈകിട്ട് 4:30 മണിക്കാണ് ദില്ലിയിൽ ഈ പരിപാടി ആരംഭിക്കുന്നത്. ഏതായാലും ശശി തരൂർ ഇതുവരെ അവാർഡ് നിഷേധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ശശി തരൂരിനെ അവാർഡ് വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം അവാർഡ് സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നാണ് ഈ സംഘപരിവാറിന്റെ സന്നദ്ധ സംഘടനയായ HRDS അറിയിക്കുന്നത്. പക്ഷേ ശശി തരൂർ ഇന്ന് വൈകിട്ടത്തെ ഇപ്പോഴത്തെ ഈ ഒരു വിവാദങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ ശശി തരൂർ ഈ അവാർഡ് വാങ്ങരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശശി തരൂർ വീണ്ടും ഈ ഒരു പരിപാടിയിലെത്തി. അതൊക്കെ തള്ളിയെത്തി ഈ അവാർഡ് വാങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഏതായാലും ശശി തരൂർ ഈ അവാർഡ് വിവരം അറിയിച്ചപ്പോൾ മറ്റാർക്കൊക്കെ അവാർഡുണ്ട്, മറ്റാരൊക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നത് HRDS ഭാരവാഹികളോട് ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ശശി തരൂരിനൊപ്പം മറ്റ് 6 പേർക്ക് കൂടി HRDSന്റെ ഈ പുരസ്കാരമുണ്ട്. ഏതായാലും സവർക്കറുടെ പേരിലുള്ള പുരസ്കാരം ശശി തരൂർ വാങ്ങുകയാണെങ്കിൽ അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾ ശശി തരൂരിനെതിരെ ഉണ്ടാക്കും. ശശി തരൂരിന്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പല നീക്കങ്ങളിലും കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ HRDS ഒരുക്കിയിരിക്കുന്ന ഈ ഒരു കെണിയിൽ ശശി തരൂർ വീഴുന്നത് എന്നൊക്കെയുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. അതായാലും ശശി തരൂരിന്റെ ഇനിയുള്ള നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. നോബൽ ബാരിക്കാരിലേക്ക് കൂടി പോയിട്ട് വരട്ടെ. പി ആർ സുനിൽ, HRDS എന്ന സംഘപരിവാർ സംഘടനയാണ് ഈ പുരസ്കാരം ശശി തരൂരിന് നൽകാൻ നിശ്ചയിച്ചത്. ഇപ്പോൾ ആ സംഘാടകർ പറയുന്നതനുസരിച്ച് ശശി തരൂർ പുരസ്കാരം വാങ്ങാൻ എത്തുമെന്നാണ്. നോബലുണ്ട്. നോബൽ ഗാന്ധി വധത്തിൽ പ്രതിചേർക്കപ്പെട്ടയാളാണ്. നേരത്തെ ബ്രിട്ടീഷുകാർക്ക് പലതവണ മാപ്പെഴുതി കൊടുത്ത് പുറത്തുപോയയാളാണ് സവർക്കർ. ആ സവർക്കറെ കോൺഗ്രസും കോൺഗ്രസിന്റെ രാഷ്ട്രീയവും എന്നും എതിർക്കുന്നതാണ്. അങ്ങനെയുള്ള സവർക്കറുടെ പേരിലുള്ള പുരസ്കാരം വാങ്ങാൻ ശശി തരൂർ പോകുമോ? നോബൽ, അരുൺ, ഇപ്പോൾ HRDSന്റെ അവിടുത്തെ ഔദ്യോഗികമായി അവർ വ്യക്തമാക്കും തരൂർ എത്തും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തരൂരിനോട് നമ്മൾ അല്പം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അതായത് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും നടത്താതെയാണ് തരൂർ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. ഏതാണെങ്കിലും അത്തരം തരൂർ പങ്കെടുക്കുകയാണെങ്കിൽ സ്വാഭാവികം കോൺഗ്രസിനകത്ത് വലിയ കലാപം വീണ്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം തരൂർ നേരത്തെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രപതിക്കൊപ്പമുള്ള അത്താഴ വിരുന്നിന് ഒടുവിൽ പോയി അനു പ്രധാനമന്ത്രി പുകഴ്ത്തി അത്തരത്തിൽ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് തരൂർ പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട്. അതാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കൂടി തരൂർ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികം കൂടുതൽ പ്രതിരോധത്തിലാവും, പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവും. നമ്മൾ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിൽക്കുക. അല്പസമയത്തിന് KC വേണുഗോപാൽ പുറത്തേക്ക് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും തരൂർ ഇപ്പോൾ താൻ പോകുന്നില്ല എന്ന് നമ്മളോട് വ്യക്തമാക്കിയിട്ടില്ല. തരൂർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ പ്രതികരണം ചോദിച്ചാണ്. അപ്പോൾ തരൂർ പ്രതികരിക്കാതെ പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം തരൂർ അതിൽ പങ്കെടുക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. തരൂർ തന്നെയാണ് വ്യക്തവരുത്തുകയും ചെയ്യേണ്ടത്. പുരസ്കാരം നൽകുന്ന HRDS വ്യക്തമാക്കുന്നു. സംഘാടകർ പറയുന്നത് ശശി തരൂർ എത്തുമെന്നുള്ളതാണ്. ശശി തരൂരോട് നമ്മൾ ചോദിക്കുമ്പോൾ ശശി തരൂർ അത് നിഷേധിക്കുന്നുമില്ല. ഇതാണ് ഇതുവരെയും സംഭവിച്ചിരിക്കുന്നത്. ശശി തരൂർ പുരസ്കാരം ഏറ്റുവാങ്ങും എന്ന് ശശി തരൂർ പറഞ്ഞിട്ടില്ല. എന്നാൽ ശശി തരൂർ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വരുമെന്ന് സംഘാടകരായ HRDS പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കണം, അതൊരു സംഘപരിവാർ സംഘടനയാണ്. നേരത്തെ സുപ്ന സുരേഷ് അടക്കമുള്ളവർ കേരളത്തിൽ ആ HRDSന്റെ ഭാഗമായിട്ട് ജോലി ചെയ്തിരുന്നു വിവാദങ്ങൾക്കു ശേഷം. ആ സംഘടന HRDS എന്ന സംഘടന നൽകുന്ന സവർക്കർ പുരസ്കാരമാണ്. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തു എന്ന് കോൺഗ്രസ് ആക്ഷേപമുന്നയിക്കുന്ന ഗാന്ധിയുടെ വധത്തിൽ പ്രതിചേർക്കപ്പെട്ടിരുന്നു എന്ന് കോൺഗ്രസ് ആക്ഷേപമുന്നയിക്കുന്ന
ഗാന്ധി വധക്കേസിലെ പ്രധാന പ്രതിയെന്ന് കോൺഗ്രസ് ഇപ്പോഴും സംശയിക്കുന്ന സവർക്കറുടെ കയ്യിൽ നിന്ന് ശശി തരൂർ ആ പുരസ്കാരം ഏറ്റുവാങ്ങുമോ? കോൺഗ്രസിൽ വലിയ അതൃപ്തിയുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക. നേരത്തെ കെ മുരളീധരൻ അത് പറഞ്ഞിരുന്നു. കോൺഗ്രസിന് ഹൈക്കമാൻഡിന് വലിയ അതൃപ്തി ഉണ്ടാവും സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയാൽ. എന്നാൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശശി തരൂർ വരുമെന്നാണ് സംഘാടകർ പറയുന്നത്. എന്നാൽ പുരസ്കാരം വാങ്ങാൻ വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ശശി തരൂർ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. കോൺഗ്രസിൽ വലിയ അതൃപ്തിയുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. പി ആർ സുനിൽ, സവർക്കറിന്റെ പുരസ്കാരം വാങ്ങിയാൽ പിന്നീട് ശശി തരൂരിനെ എങ്ങനെയാണ് പാർട്ടിക്ക് ഉള്ളിൽ നിർത്തി കൊണ്ടുപോകാൻ കഴിയുക? ഉറപ്പായും സവർക്കറുടെ പേരിലുള്ള ഈ പുരസ്കാരം ശശി തരൂർ വാങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ പുറത്തു പോകുന്ന ഒരു സാഹചര്യം സമീപ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സവർക്കറിനെതിരെ വലിയ പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. നമുക്കറിയാം രാഹുൽ ഗാന്ധി അടക്കം സവർക്കറിനെതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് പാർലമെന്റിലടക്കം ഓരോ ഘട്ടങ്ങളിലും സംസാരിക്കുന്നത്. അപ്പോൾ സവർക്കറിനെ ഒരു കാലത്തും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. സവർക്കറിനെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇരുന്നു ശശി തരൂരിനെ പോലൊരു നേതാവ് ഈ ഒരു സവർക്കറിന്റെ പേരിലുള്ള ഈ ഒരു പുരസ്കാരം വാങ്ങുന്നത് എന്നത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും. ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഈ പുരസ്കാരം ശശി തരൂർ കൈപ്പറ്റുകയാണെങ്കിൽ വളരെ ശക്തമായ നടപടിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും HRDS വ്യക്തമാക്കുന്നത് ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് എന്തെങ്കിലും ഒരു പ്രയാസമോ തടസ്സമോ അറിയിച്ചില്ല എന്നതാണ്. മാത്രമല്ല ഈ ഒരു പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കും എന്ന് മാത്രമാണ് ശശി തരൂർ അറിയിച്ചത്. ഏതായാലും പുതുതായി എന്തെങ്കിലും ശശി തരൂരിന്റെ നിലപാടുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല എന്നുകൂടി HRDS വ്യക്തമാക്കുന്നത്. ഏതായാലും സംഘപരിവാറിന്റെ സന്നദ്ധ സംഘടനയാണ് HRDS പ്രവർത്തിക്കുന്നത് തന്നെ RSSന്റെ ആശയങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്, അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ HRDS പോലുള്ള ഒരു സംഘടനയിൽ നിന്ന് സവർക്കറുടെ പേരിലുള്ള ഒരു പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വിഷയം തന്നെയായിരിക്കും. ഇമ്പാക്ട് അവാർഡ് 2025 ശശി തരൂരിന് സമ്മാനിക്കാൻ പോകുന്നത്. അതും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ആ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പുരസ്കാരം സമ്മാനിക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ കടുത്ത വിയോജിപ്പുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ പ്രതികരണങ്ങളും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സുനിലും നോബൽ മാരിക്കാരനുമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സവർക്കർ പുരസ്കാരം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ശശി തരൂർ തന്നെ തീരുമാനിക്കേണ്ടതാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ശശി തരൂരിന്റെ കാര്യം AICC വേണം തീരുമാനിക്കാനെന്നും AP അനിൽകുമാർ പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. അല്ല, അതിനകത്ത് അദ്ദേഹം AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് AICC ആണ്. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ അഭിപ്രായ കാര്യത്തിലുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇത് ഒരു വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ അദ്ദേഹം സ്വയം തീരുമാനിക്കണം അത് വേണോ വേണ്ടയോ, അത് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് ശശി തരൂരാണ് തീരുമാനിക്കേണ്ടത്.